അപ്പം നല്ലൊരു മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല കഴുകി വെച്ച മട്ടനാണ്. കുറച്ച് ഉപ്പിട്ടു, അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു. മല്ലിപ്പൊടി അത്യാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടും. എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കണം. നല്ല കുഴച്ച് സെറ്റാക്കി വെക്കണം. കുറച്ച് പെരുംജീരകം ഇട്ടു, കുരുമുളക് പൊടി എല്ലാം ഇട്ട് നല്ല മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചു വേവാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അടുത്തതിൽ ചീഞ്ചട്ടി വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കുറച്ച് കടുകിട്ടു. കടുകിട്ടിട്ട് കടുക് പൊട്ടി വരുമ്പോൾ അതിൽ കുറച്ച് പെരുംജീരകവും സാദാ ജീരകവും ഇട്ടു. ഒരു നുള്ളു ഉലുവ ഇടും കേട്ടോ ഞാൻ, നുള്ളു. പിന്നെ ഉള്ളിയിട്ടു. ഉള്ളിയിട്ട് നല്ലോണം വാട്ടി. നന്നായി വാട്ടിയിട്ട് എടുക്കുമ്പോൾ പച്ചമുളക് കീറിയിട്ടു. എന്നിട്ട് നന്നായിട്ട് വാട്ടി. അതെല്ലാം കഴിഞ്ഞ് നന്നായി വാടി വരുമ്പോൾ അതിന് മസാലകൾ വീണ്ടും കുറച്ച്, മസാലയ്ക്കൊരു മസാല വേണ്ടേ, അതിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇട്ടു. തക്കാളിയൊക്കെ ഇട്ട് നല്ല റെഡിയായി. ആ മസാല കുക്കറിലേക്ക് ഒഴിച്ചു. അപ്പോഴേക്കും വെന്ത് വിസിൽ വന്നു. കുക്കറിലിട്ടു. ആ മസാല പാത്രം വെള്ളം മോറി പാർന്നു. പിന്നെ കുക്കറിൽ ഇട്ട് നന്നായിട്ട് ഇളക്കി. നല്ല 2-3 ഒരു 4-5 വിസിൽ വന്നിട്ടുണ്ട്. ഇളമിച്ച മട്ടൻ അവിടെ പെട്ടെന്ന് വെന്തോളും. 4-5 വിസിൽ വന്നു. തുറന്ന് നോക്കിയപ്പോൾ ഈ പരുവമായിട്ടുണ്ട്. നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൻ കറി. ഈസി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ.